ഹലോ മൈ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്ലേ വിത്ത് ജെറി. ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ ഒൻറ്റാരിയോയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇതുവരെയുള്ള പാർട്ടുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ പോയി കാണണം. കാരണം നമ്മൾ ഹൈക്കിംഗ് ചെയ്ത് മൗണ്ടെയ്ൻസിൻ്റെ മുകളിൽ നിന്ന് കണ്ട വ്യൂ, ടെർക്കോയ്സ് ബ്ലൂ വാട്ടർ, കയാക്കിംഗ്, അങ്ങനെ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് നമ്മൾ ആ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. നേച്ചർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വ്യൂസും കാര്യങ്ങളും ഇഷ്ടപ്പെടും. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് വ്യൂസാണ് നമ്മൾ കണ്ടത്. നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേനും നമുക്കാകെ ഷോക്കായി പോയി. അതെന്താ ഏതാന്നൊക്കെ ഞാൻ വഴിയേ പറയാം. ഇപ്പം നമ്മൾ എന്തായാലും ഒരു 8-8:30 ആയപ്പോഴത്തേനും നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹിൻഡൻ എന്ന് പറഞ്ഞ റീജിയനിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് തിരിച്ച് നമ്മൾ ജാസ്പറിലേക്ക് വന്നിട്ടുണ്ട്. വഴിയിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക് കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. കുറച്ച് നേരം അവിടുത്തെ വ്യൂവും സംഭവങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചു. ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല, പക്ഷേ ജാസ്പർ ലേക്ക് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ലേക്കാണ് ഈ ലേക്ക്. അത് കഴിഞ്ഞ് കണ്ട വ്യൂ കണ്ടിട്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മളിപ്പോൾ ഫോറസ്റ്റിന് ഉള്ളിലാണ് യാത്ര ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ എടുത്തു നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് എത്താനായിട്ട്. അവിടം വരെ എല്ലാ മരങ്ങളും ഇതുപോലെ കത്തിക്കരിഞ്ഞ ഒരവസ്ഥയായിരുന്നു. അത് നമ്മൾ കാണുന്ന ഈ 2 സൈഡ് മാത്രമല്ല, അങ്ങ് ദൂരെ എത്രത്തോളം നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ അത് ഫുള്ളും കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിയ നെക്സ്റ്റ് ലൊക്കേഷൻ ക്ലോസ്ഡ് ആയിരുന്നു. ക്ലോസ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ കാനഡയിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആൽബർട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടുതീ പടർന്നിട്ട് ഇവിടെ എൻറ്റയർ ഫോറസ്റ്റ് കത്തിപ്പോയ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ സ്മോക്കും കാര്യങ്ങളൊക്കെ ഒൻറ്റാരിയോയിലേക്ക് എത്തിയിട്ട് അന്ന് ഇത് കുറച്ച് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഞാൻ ഇന്നലെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ എത്തിയ സ്പോട്ടിൽ നമുക്ക് എന്താ പറയുക, ഇവിടുന്ന് ഒരു വ്യൂ കിട്ടുന്നുണ്ട്. അതായത് എൻറ്റയർ ഫോറസ്റ്റ്, ഇത് മാത്രമൊന്നുമല്ല, ഇതിലും അധികം കത്തിയിട്ടുണ്ട്. എന്നാലും ഇത് കാണുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവും. അത് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഇത് ഒരു എന്താ പറയുക, കൊക്ക പോലെയാണ്. ആ കൊക്കയിലുള്ള മരങ്ങൾ, അതായത് ചെറിയ ചെറിയ മലകളുണ്ട്. ആ മലകളിലുള്ള മരങ്ങൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കത്തിപ്പോയി. ആ കത്തിപ്പോയിട്ടുള്ള മരങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ വിഷ്വൽസാണ് നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തുമാത്രമാണ് കത്തി നശിച്ചു പോയതെന്ന്. കാട് തീ പിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ചെറിയൊരു മാറ്റർ അല്ല. വേഗം പടർന്നു പിടിച്ച് അതൊരു വലിയൊരു ഡിസാസ്റ്ററായിട്ട് മാറിയ ഒരു സംഭവം തന്നെയാണിത്. ആ ദൂരെ കാണുന്ന മല, ആ മലയിലുള്ള എല്ലാ മരങ്ങളും ഇതുപോലെ കത്തി നശിച്ചിരിക്കുന്ന ഒരു വ്യൂ ആണ് ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടത്. പക്ഷേ എനിക്കത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഞാൻ ഈ ഒരു സംഭവത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് നമ്മൾ ഇന്നലെ വന്ന വഴിയിൽ ഒരു 1/4 ഭാഗവും, മീൻസ് എനിക്ക് തോന്നുന്നു നമ്മളൊരു സെർട്ടൈൻ പോയിൻ്റ് കഴിയുമ്പോൾ അവിടെ മുതലുള്ള എല്ലാ മരങ്ങളും ഇതേപോലെ കത്തി നശിച്ചൊരവസ്ഥയിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇത് കണ്ടപ്പോൾ ശരിക്കും ഷോക്കായി പോയി. ആ ഒരു ടൈമിൽ അമ്മയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്നും നമുക്ക് ആ ഒരു ടൈമിൽ അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എന്തുമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു എന്നും മനസ്സിലാകുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഗൈസ്? നല്ല ഇത്രയും തീ പിടിച്ചതായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണാം. നാട്ടിൽ ഇതേപോലെ ന്യൂസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചത് ഇത്ര ഭീകരമാണെന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. സ്മോക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ വാർത്തയെ കൂടെ അറിഞ്ഞു. പക്ഷെ ഇത്രയും വലിയ ഭീകരത ഏക്കറുകൾ പോയി. ഏക്കറൊന്നും അല്ല, അതിലപ്പുറം ഉണ്ട്. അങ്ങനെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു വാട്ടർഫാൾസ് ആണ്. ഈ വഴിയെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കവിടെ 3 സ്പോട്ട് കാണാൻ വേണ്ടി പറ്റും. ഒന്ന് ഓഫ് കോഴ്സ് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഈ ബ്രിഡ്ജാണ്. അതല്ലാണ്ട് താഴെ ഈ കാണുന്ന വഴി കൂടെ പോകുവാണെങ്കിൽ നമുക്ക് വേറൊരു വ്യൂ കിട്ടും. അതല്ലാണ്ട് ഈ മുകളിൽ കാണുന്ന വഴിയെ പോകുവാണെങ്കിൽ ഈ ഫാൾസിൻ്റെ വേറൊരു വ്യൂ കാണാൻ വേണ്ടി പറ്റും.
ബേസിക്കലി സെയിം വ്യൂ ആണ്, പക്ഷേ പല പല ആംഗിളിൽ നിന്ന് കാണുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ബ്യൂട്ടിയാണ്. നമുക്കിതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ആണ്. ശരിക്കും ഭയങ്കര അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മല, മരങ്ങൾ, വെള്ളം എല്ലാം കൂടെ നന്നായിട്ട് വന്ന ഒരു നല്ലൊരു ഷോട്ട് തന്നെയാണിത്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂ കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ പാറ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും നല്ല താഴ്ചയുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. അത് കാണുന്നതിന് മുന്നേ നമുക്ക് ലോവർ വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. അതായത് ആ സൈഡിൽ കണ്ട താഴോട്ടുള്ള റോഡ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വാട്ടർഫാളിൻ്റെ ഓൾമോസ്റ്റ് ഒരു സെയിം ലെവൽ തന്നെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റും. ഇതിന് തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് വലിയൊരു വാട്ടർഫാളായിട്ട് നമുക്ക് തോന്നത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ലോവർ ഫോളായിട്ടാണ് തോന്നുക. മറ്റു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പാലമാണ് ആ കാണുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനെ പറ്റിയിട്ടാണ്. മുകളിലേക്കുള്ള റോഡ് എടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വരാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ആണ് ഇത്. ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ തന്നെയാണ്. രണ്ട് വലിയ റോക്കി മൗണ്ടെയ്ൻസിൻ്റെ ഇടയ്ക്ക് കൂടെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം. രണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ശരിക്കും ഒരു വലിയ റോക്ക് പിളർന്ന് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വെള്ളം ഒഴുകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇതിൽ ഏത് വ്യൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോസ് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. അവിടുന്ന് നമ്മൾ നേരെ പോയത് എന്തെങ്കിലും കഴിക്കാനാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കധികം കടകളും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ഏതെങ്കിലും മെയിനായിട്ടുള്ള ടൗണിൽ മാത്രമേ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ചെറിയ റാപ്പൊക്കെ മേടിച്ച് നമ്മുടെ വിശപ്പൊക്കെ അടക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. ഇതിൻ്റെ പേര് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. നമ്മളിങ്ങനെ ബോർഡ് കണ്ടപ്പോൾ അടുത്താണല്ലോ എന്നാൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന മൈൻഡിൽ ജസ്റ്റ് കയറിയതാണ്. ജസ്റ്റ് പ്രത്യേകിച്ച് അവിടെയൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു വ്യൂ ആണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ നേരെ വിട്ടത് നമ്മുടെ ഹോട്ടലിലേക്കാണ്. നമ്മൾ കാണുന്നത് പോലെയല്ല, പകലാണ് തോന്നുമെങ്കിലും അത്യാവശ്യം രാത്രിയാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കോസ്റ്റ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇത് വരുന്നത് ഹിൻടൺ എന്ന് പറഞ്ഞ റീജിയനിലാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഹിൻടണിൽ നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേ കിട്ടും. എപ്പോഴും ഇതുപോലെ മെയിൻ ആയിട്ടുള്ള സിറ്റീസ് വിട്ടിട്ട് ഇതുപോലെ കുറച്ചും കൂടി ഉള്ളിലേക്കുള്ള ഏരിയാസ് നോക്കുവാണെങ്കിൽ നമുക്കവിടെ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് ഹോട്ടൽ അല്ലെങ്കിൽ Airbnb കിട്ടും. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തതും ഈ സെയിം സ്ഥലത്ത് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു റൂം തന്നെയാണിത്. ബേസിക്കായിട്ട് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുമാത്രമല്ല പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ഈ ഒരു പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കോഫി, ജ്യൂസ്, ബ്രെഡ്, സോസേജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതും അൺലിമിറ്റഡ്. അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഹോട്ടലിൽ. അപ്പോൾ ഈ വഴി വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അക്കോമഡേഷൻ ട്രൈ ചെയ്ത് നോക്കാം. 2 ബെഡ്, TV, അവൻ, മിനി ഫ്രിഡ്ജ് അങ്ങനെ ബേസിക്കായിട്ട് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ ഇതാണ് ഈ റൂമിൻ്റെ പുറത്തേക്കുള്ള വ്യൂ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും മൊത്തത്തിൽ എല്ലാം കൊള്ളാം. നാളെ മോർണിംഗ് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. ഓൾമോസ്റ്റ് 5 hours ഡ്രൈവാണ് നമുക്കിനിയുള്ളത്. കാൽഗറിയിൽ നമ്മൾ തിരിച്ചെത്തണം. ഇനി അവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ട്രിപ്പായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് വ്യൂസ് നമ്മൾ കണ്ടു. ഒരുപാട് ലേക്സ്, ഇവിടുത്തെ ലേക്കിൻ്റെ കളറ്, മൗണ്ടെയിൻ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ പണ്ട് ഈ കലണ്ടറിലൊക്കെ കാണുമല്ലോ ഓരോ പിക്ചേഴ്സ്, ഓരോ മന്തിന് കലണ്ടറിൻ്റെ മുകളിലായിട്ട് ഓരോ പിക്ചേഴ്സ് വരുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ഇമേജസ് ആണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഈ ട്രിപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കാനഡയിലുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ആൽബർട്ട. നിങ്ങൾ എങ്ങനെയെങ്കിലും ടൈം ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഐറ്റിനറി പ്ലാൻ ചെയ്ത് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആൽബർട്ട. ഒരു പെർഫെക്റ്റ് വെക്കേഷൻ സ്പോട്ടാണ് ആൽബർട്ട. പ്രത്യേകിച്ച് ബാൻഫ്, ഒരുപാട് ലേക്സ് ആൻഡ് മൗണ്ടെയിൻസ് ഇവിടെയുണ്ട്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒക്കെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് കൂടി നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം. ഇതിൻ്റെ Day 1 മുതലുള്ള സംഭവങ്ങൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയും ഈ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുക. ടാറ്റാ, ബൈ ബൈ.